കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ശാന്തമായ രാവിലെ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നന്മയും അനുഗ്രഹവും ദീർഘായുസ്സും ധാരാളമായി നൽകുമാറാകട്ടെ. ജയകരമായ ഒരു ജീവിതം എങ്ങനെ നയിക്കാൻ കഴിയും? ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ ഗെത്സമനെ തോട്ടത്തിൽ ക്രിസ്തു മരിക്കുന്നതിന് മുമ്പേ, തൻ്റെ പങ്കപ്പാടുകൾ ഏൽക്കുന്നതിന് മുമ്പേ മുട്ടുമടക്കി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന 22 ലൂക്കോസ് 44-ൽ നമുക്ക് കാണുവാനിടയാകും. യേശു കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ രക്തധമനികൾ തകർന്ന് ഭൂമിയിൽ വിയർവയായി വീഴുവാനിടയായെന്ന് വേദപുസ്തകം പറയുന്നു. അത്രത്തോളം പ്രാർത്ഥിക്കണമെങ്കിൽ എന്തുമാത്രം തൻ്റെ ശരീരം മരണത്തിന് മുമ്പിൽ കീഴ്പ്പെടാൻ പോകുന്നത് കൊണ്ട് നമുക്ക് വേണ്ടി ഒരു ജയം തരേണ്ടതിന്, സാത്താനിക ശക്തികളെ തകർക്കേണ്ടതിന് ക്രിസ്തു നാം ഒരു ജയകരമായ ജീവിതം നയിക്കേണ്ടതിന് ഫിലിപ്പിയർ 2-ാം അധ്യായം 5 മുതൽ സ്വർഗം വെടിഞ്ഞ് തന്നെത്താൻ താഴ്ത്തി ഈ ഭൂമിയിൽ കടന്നു വരുവാനിടയായി. നമുക്ക് വേണ്ടി ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്കായി, നമ്മുടെ ശാപങ്ങൾക്കായി, നമ്മുടെ വേദനകൾക്കായി, നമ്മുടെ ദുഃഖങ്ങൾക്കായി തകർക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ മുമ്പിൽ, ദൈവത്തിന് മുമ്പിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങുമെന്നാണ് ഫിലിപ്പിയർ 2-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. ദൈവത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് ഹൃദയം നിറങ്ങി താഴ്മയോടുകൂടെ നമ്മൾ അനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹൃദയത്തിൽ മാറിപ്പോകാത്ത സമാധാനം തരുവാൻ ദൈവത്തെ കൊണ്ട് കഴിയും. സമാധാനം അല്ലെങ്കിൽ സന്തോഷത്തിന് വേണ്ടിയാണ് മനുഷ്യർ മദ്യപിക്കുന്നത്. ഞാനിപ്പോൾ വരുമ്പോൾ തന്നെ കാട്ടുവിളയിൽ ഒരു ബൈക്ക് ഇറക്കത്തിൽ ആക്സിഡന്റായി കിടക്കുകയാണ്. ഞാൻ അടുത്ത് പോകുമ്പോൾ മനസ്സിലായത്, നല്ല രീതിക്ക് മദ്യപിച്ചിട്ടുണ്ട്, നല്ല ഒരു ചെറുപ്പക്കാരൻ, വലിയ ഒരു വണ്ടി. ഇന്ന് പകൽക്കാലം മനസ്സിലാക്കണം, കുടുംബങ്ങൾ തകരുന്നത്, സ്വസ്ഥത നഷ്ടപ്പെടുന്നത് പിശാച് മദ്യപാനം എന്ന് പറയുന്ന ഒരു ആയുധത്തെ, അല്ലെങ്കിൽ ഒരു വിഷത്തെ, അല്ലെങ്കിൽ ഒരു ദുഷ്ടത ചെയ്യത്തക്ക രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ വളരെ സന്തോഷമായി അനേക ആയിരങ്ങൾ ഇന്നലെ രാത്രി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വീടുകളിൽ റെസ്റ്റ് എടുക്കുമ്പോൾ ഇതാ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോവുകയാണ്. ഇറക്കത്തിൽ കൊണ്ടുപോകാൻ പോലും ആരുമില്ല. മദ്യപാനം നാശത്തിന് കാരണമായി തീരും. നീ മാനസാന്തരപ്പെട്ട് കീഴ്പ്പെട്ട് അനുസരിച്ച് ദൈവത്തെ കീഴ്പ്പെടുത്താതെ നീ കീഴ്പ്പെട്ട അഹങ്കാരങ്ങൾ മാറി യൗവനകാലത്തിൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് മാനസാന്തരപ്പെട്ട് വെള്ളത്താൽ സ്നാനപ്പെട്ട് വേർപെട്ട് നീ ഭയത്തോട് ജീവിക്കണം. അഹങ്കാരം നാശത്തിന് കാരണമായി തീരും. അതുകൊണ്ടാണ് വാഹനം തകർന്നു കിടക്കുകയാണ്, എഴുന്നേക്കാൻ വയ്യ. എന്താ സംഭവം? എന്തുകൊണ്ടാണ് സമാധാനമില്ലാത്തത്? കീഴ്പ്പെടാൻ, കേൾക്കാൻ, അനുസരിക്കാൻ താല്പര്യമില്ല. അഹങ്കാരം പിശാചി ദിനങ്ങളിൽ അനേക കുടുംബങ്ങളെ കൊലപാതകത്തിലും ആത്മഹത്യയിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനം, നന്മകൾ, ഉയർച്ചകൾ എല്ലാം സംഭവിക്കും. ദൈവത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് ബീഡിയും സിഗരറ്റും കഞ്ചാവും മയക്കുമരുന്നും ദുഷ്ടതയും അനീതിയും ഇട്ടുകൊണ്ട് മാതാപിതാക്കൾ
ദൈവത്തെ വാ തുറന്ന് ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. ആഡംബരമായ പ്രവൃത്തികളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയത്തില്ല. ഓരോ സ്ഥലങ്ങളിലും ചെലവാക്കുന്ന പണമുണ്ടെങ്കിൽ എത്രയോ പാവപ്പെട്ടവരെ നമുക്ക് സഹായിക്കാം. അല്ലെങ്കിൽ അങ്ങനെ വരുന്ന പണങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടി പോകട്ടെ. യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നുള്ളവരെ, വേദന അനുഭവിക്കുന്നവരെ, നിരാശയിലായിരിക്കുന്നവരെ എന്ന് യേശു വിളിച്ചു. അപ്പൊ ജയകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ കീഴ്പ്പെടുക, പ്രാർത്ഥിക്കുക, വചനത്തെ ധ്യാനിക്കുക, വചനത്തിന് മുമ്പിൽ എതിർക്കരുത്, ദൈവത്തെ എതിർക്കരുത്. ദൈവികം എവിടെയുണ്ടോ അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഊമാ വിഗ്രഹങ്ങളിലോ ബൊമ്മകളിലോ ദുഷ്ടതയിലോ പ്രവർത്തിക്കുന്ന ദൈവമല്ല. കള്ളും കഞ്ചാവും ദൈവം ഉണ്ടാക്കിയിട്ടില്ല. കള്ള് ദൈവം ഉണ്ടാക്കിയിട്ടില്ല. ബ്രാൻഡ് ദൈവം ഉണ്ടാക്കിയിട്ടില്ല. വേദപുസ്തകം പറയുന്നു 35,66,480 എഴുത്തുള്ള വേദപുസ്തകത്തിൽ യോഹന്നാൻ 2-ാം അധ്യായത്തിൽ കാനാ ഒരു കല്യാണ വീട്ടിൽ വീഞ്ഞു തരുന്നപ്പോൾ വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു. വീഞ്ഞുണ്ടാകട്ടെ എന്ന് യേശു പറഞ്ഞില്ല. അവിടെ എന്താണ് ആവശ്യം? നമ്മുടെ വിഷയം എന്നാണ്. രോഗസൗഖ്യമാണോ, സമാധാനമാണോ, സ്വസ്ഥതയില്ലേ? അതാണ് നമുക്ക് വേണ്ടത്. സഭകളിൽ പ്രാർത്ഥന നടക്കണം, ആരാധന നടക്കണം. ദൈവികമല്ലാത്ത ഒരു പ്രവൃത്തികൾക്ക് നമ്മൾ ഇടം കൊടുക്കരുത്. എവിടെ ദൈവപ്രവൃത്തി ഇല്ലയോ അവിടെ പൈശാചികന്റെ പ്രവൃത്തികൾ പ്രവർത്തിക്കാൻ തുടങ്ങും. കാരണം ഉൽപ്പത്തി 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പിശാച് ദുഷ്ടനാണ്, അവൻ ചതിയനാണ്, തന്ത്രമായി കടന്നു വരും. അനേക കുടുംബങ്ങൾ തകരാൻ കാരണം അതാണ്. 10 കിലോ അരി വാങ്ങി കൊടുക്കത്തില്ല. 10 കിലോ അരി വാങ്ങി കൊടുത്താൽ 10 ദിവസം കഞ്ഞി വയ്ക്കാം. പക്ഷെ അങ്ങനെയല്ല, ഒരു ബ്രാൻഡ് വാങ്ങിച്ചു കൊടുക്കും. കാരണം ഞാൻ നശിച്ചു, നീയും നശിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ആ ബ്രാൻഡ് ബോട്ടിൽ എടുത്തു നോക്കി, 2000 രൂപ ബില്ലടിച്ചിരിക്കുക. 60,000 രൂപയ്ക്ക് മദ്യപിക്കുകയാണ്. മാനസാന്തരം താല്പര്യമില്ല. യേശു വേണ്ട, ദൈവഭയം വേണ്ട. സിനിമയും സീരിയലും നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മെസ്സേജ് കണ്ടുകൂടെ പറയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ, നീചമായ പ്രവർത്തികളാണ് പിശാച് ചെയ്യുന്നത്. മത്തായി 24:12-13-14 വാക്യങ്ങളിൽ അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ മനുഷ്യനും മുട്ടുമടക്കി ദൈവത്തിന് മുമ്പിൽ സാഷ്ടാംഗമായി വീണുകൊണ്ട് 95 സങ്കീർത്തനം 6, 1 രാജാക്കൾ 8:22 മുതൽ 56 വരെ, മാർക്കോസ് 5:6, മത്തായി 2:11 അവരെല്ലാം വീണ് നമസ്കരിച്ചു എന്നാണ് വെളിപ്പാട് 4:10 നമ്മൾ കാണുന്നത്. മുട്ടുകുത്തണം. ദൈവത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തുന്ന ഒരുത്തൻ ലോകത്തിന് മുമ്പിൽ അവൻ ധൈര്യത്തോട് നിൽക്കും. നമുക്കറിയാം, ഒരു ഇലക്ഷന് വേണ്ടി വരുമ്പോൾ 2 കൈയും കൂപ്പിക്കൊണ്ടാ വരുന്നത്. പിന്നെ അവരെ കൂപ്പിക്കൊണ്ട് നമ്മൾ അടുത്ത് പോയാൽ അവരെ കിട്ടത്തില്ല. അപ്പൊ 5 വർഷത്തേക്ക് വേണ്ടി മനുഷ്യൻ ഭ്രാന്ത് പിടിച്ച് നടക്കുമ്പോൾ മാർക്കോസ് 1:15, മത്തായി 4:17 കാലം തികഞ്ഞു. യേശു കർത്താവ് മരിക്കുന്നതിന് മുമ്പേ തന്നെ താഴ്ത്തിയെങ്കിൽ താഴ്മയുണ്ടാകട്ടെ, ദൈവഭയമുണ്ടാകട്ടെ, ദൈവവചനം കേൾക്കുക, വാ തുറക്കുക, ദൈവത്തെ പാടുക, ദൈവത്തെ ഉയർത്തുക, പുകഴ്ത്തുക, ഉയർത്തുക. അങ്ങനെ ചെയ്യുമ്പോൾ ആദ്യം നൽകുന്നത് പണമല്ല, ആരോഗ്യമല്ല, മുക്തിയല്ല, ശക്തിയല്ല, സമാധാനം. യോഹന്നാൻ 14:27 സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല. സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് കൊലപാതകം നടക്കുന്നത്. സമാധാനം നഷ്ടപ്പെടുമ്പോഴാണ് ആത്മഹത്യ നടക്കുന്നത്. എല്ലാ കുടുംബങ്ങളിലും സമാധാനം ഉണ്ടാകട്ടെ, നന്മ നിങ്ങളുടെ പിന്നാലെ വരട്ടെ. നിങ്ങൾ ചെയ്യുന്ന ജോലികൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, ഭാര്യ അനുഗ്രഹം പ്രാപിക്കട്ടെ, ഭർത്താവ് അനുഗ്രഹം പ്രാപിക്കട്ടെ, മക്കൾ നന്മ പ്രാപിക്കട്ടെ. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ഇനിയൊരു യാഗം വേണ്ട. കാരണം ഇനി ചെയ്യുന്നതെല്ലാം ഒറിജിനൽ അല്ല, ഒറിജിനൽ കഴിഞ്ഞു. യേശു കർത്താവ് മരിച്ചു കഴിഞ്ഞു. എബ്രായർ 2-ാം അധ്യായം 14 മുതൽ മക്കൾ ജഡരക്തമായതുകൊണ്ട് യേശുവും അതുപോലെ മാറി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്തിനാൽ കീഴ്പ്പെടുത്തേണ്ടതിന് മരണ ഭയത്തിലായിരുന്നവരെ വിടുവിക്കുവാനാണ്. കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളുടെ വാക്കുകൾ കേൾക്കുക.
നടക്കുക, ദൈവഭയമുള്ളവരായി ജീവിക്കുക. ജയകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് കരയുക, ദൈവത്തിന് മുമ്പിൽ ഒന്നുമില്ല എന്ന് പറയുക. നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആരാ എന്താ കൊണ്ടുവന്നേ? ഇതെല്ലാം നമ്മൾ കൊണ്ടുവന്നതല്ല, എല്ലാം ദൈവത്തിന് വകയാണ്. ദൈവത്തിന് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് യേശു എനിക്ക് വേണ്ടി മരിച്ചു, യേശു എനിക്ക് വേണ്ടി ജീവനോട് എഴുന്നേറ്റു, ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നു എന്ന് പാപത്തെ വിടണം. ബീഡി വലിച്ചാൽ ക്യാൻസർ ഉണ്ടാകും, മദ്യപിച്ചാൽ കിഡ്നി നഷ്ടപ്പെടും, ജീവിതം തകരും. മദ്യപിച്ച്, അതാണ് ഞാൻ പറഞ്ഞത്, രാവിലെ വരുമ്പോൾ കണ്ട കാഴ്ചയാണ്. അവൻ എഴുന്നേക്കാൻ വയ്യ. നല്ല കുടുംബത്തിലെ ചെറുക്കനാണ്, വീട്ടിൽ സുഖമായി ആഹാരം കഴിച്ച് കിടക്കേണ്ടവൻ ഇതാ റോട്ടിൽ കിടക്കുന്നു. അടുത്ത് പോയപ്പോൾ ഭയങ്കരമായ സ്മെല്ല്. അപ്പൊ മദ്യപിച്ചിട്ടുണ്ട്, ഇറക്കം, വാഹനം തകർന്നു കിടക്കുകയാണ്, എഴുന്നേക്കാൻ വയ്യ. താൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക. ചിന്തിക്കണം, നമ്മുടെ മക്കൾക്ക് യേശുവിനെ കൊടുക്കണം, മക്കൾക്ക് ദൈവത്തെ കൊടുക്കണം. എബേസ്യർ 5:16 കാലം ദുഷ്കാലമാണ്. കള്ളും കഞ്ചാവും ദുഷ്ടതയും വർദ്ധിച്ചു വരുമ്പോൾ, അനീതി വർദ്ധിച്ചു വരുമ്പോൾ, അനീതി കൊടികൊണ്ട് വാഴുമ്പോൾ നമ്മുടെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുത്താൽ 2026 എന്ത് ചെയ്യണമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യേണ്ട, അത് ദൈവം നടത്തും. മത്തായി 6:33 ആദ്യം ദൈവത്തെ തേടുക. പണം 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 എന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിച്ച് നടക്കാതെ ദൈവത്തെ തേടുക, ദൈവികത്തിന് മുതൽ സ്ഥാനം കൊടുക്കുക. സിനിമ പെട്ടികളെല്ലാം വിറ്റ് വല്ല ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുക. സിനിമയും സീരിയലും നരകത്തിലേക്ക് കൊണ്ടുപോകും. ദൈവം നിന്നെ ഒരു ദിവസം പിടിച്ചു നിർത്തും, അന്ന് നീ ആടിപ്പോകും, കുലുങ്ങിപ്പോകും. വേദപുസ്തകം പറയുന്നു, വെളിപ്പാട് 22:11 പറയുന്നത്, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, നീതിയുള്ളവൻ നീതി ചെയ്യട്ടെ, വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു എന്ന് യേശു പറഞ്ഞു. യേശു വരും, ഇല്ലെങ്കിൽ നമ്മുടെ മരണം. ഒന്നിൽ ക്രിസ്തു പെട്ടെന്ന് വരും, ഇല്ലെങ്കിൽ നമ്മെ വിളിക്കും. നമ്മെ വിളിച്ചാൽ സ്വർഗത്തിൽ പോകണം. സ്വർഗമുണ്ട്, സ്വർഗത്തിൽ ദുഃഖമില്ല, വേദനയില്ല. അപ്പൊ ജയകരമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ ക്രിസ്തുവിന് മുമ്പിൽ കീഴ്പ്പെട്ടുകൊണ്ട് വചനത്തെ ധ്യാനിച്ച, വചനത്തെ ദൈവത്തിന് വചനമായി അംഗീകരിച്ചുകൊണ്ട്, ഇത് കഥപുസ്തകമല്ല, ഇത് സ്വപ്നങ്ങൾ എഴുതിയ പുസ്തകവുമല്ല, ഭ്രാന്ത് വന്നെഴുതിയ പുസ്തകമല്ല. 40 എഴുത്തുകാർ 1600 വർഷങ്ങൾ കൊണ്ട് 40 സ്ഥലത്തിൽ നിന്നുകൊണ്ട് ഒരേ ആത്മാവിനാൽ എഴുതപ്പെട്ട പുസ്തകമാണ്. ഇതിന് ജീവനുണ്ട്, ഇതിന് ശക്തിയുണ്ട്. ഇതിനെല്ലാം തകർക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒന്നിൽ അവർ മാനസാന്തരപ്പെട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ അവർ തുടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ജയകരമായ ഒരു ജീവിതം. ഇല്ലെങ്കിൽ മരണത്തിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ ക്രിസ്തു തന്നെത്താൻ താഴ്ത്തി പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥന ജീവിതം നമുക്കുണ്ടാകുമെങ്കിൽ എല്ലാ തരത്തിലും നമുക്കൊരു ജയകരമായ ജീവിതം നയിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ നമ്മൾ നിൽക്കാൻ പറ്റത്തില്ല. കൊടുങ്കാറ്റടിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇളകിപ്പോകും, തകർന്നു പോകും. അങ്ങനെയാണ് മനുഷ്യർ പ്രശ്നത്തിന് അകപ്പെടുന്നത്. പിശാച് അവൻ ദുഷ്ടനാണ്, അവൻ ചതിയനാണ്, അവൻ ദുർമന്ത്രവാദം ചെയ്യാൻ വേണ്ടി പറയുന്നവനാണ്, അനീതി ചെയ്യിപ്പിക്കുന്നവനാണ്. ദൈവം അങ്ങനെയല്ല. ദൈവം പറയുന്നത്, നീ സമാധാനം പ്രാപിക്കുക, നീ സമാധാനം പ്രാപിക്കുക. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ കാറി തുപ്പുമ്പോൾ, ചാട്ടവാർ കൊണ്ട് അടിക്കുമ്പോൾ, ഉടവച്ചാലുപോലെ ശരീരത്തെ ഉടുകുമറിക്കുമ്പോൾ, 153 പരമുള്ള തലയിലടിച്ചിറക്കുമ്പോൾ, രാവിലെ കുന്നം കൊണ്ട് കുത്തുമ്പോൾ 6.5 ലിറ്റർ രക്തം യേശു നമുക്ക് വേണ്ടി ചൊരിഞ്ഞു. ഇനി ഒരു പുണ്യ സ്ഥലത്തിൽ മല കയറണ്ട, കൊന്നു കയറേണ്ട, ഒന്നും ചെയ്യേണ്ട. യേശുവേ, എന്റെ ഹൃദയത്തിൽ വരണമേ എന്ന് നിലവിളിച്ചാൽ ഏത് മനുഷ്യരെയും പ്രകാശിപ്പിക്കുവാൻ 34 സങ്കീർത്തനം പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. അവർ രക്ത തുളികൾ വിയർമ പോലെ ഈ ഭൂമിയിൽ വീഴുവാനിടയായി. തകർന്ന യേശുവിനെ പിടിച്ചു, ആ യേശുവിനെ അടിച്ചു കൊന്നു. യേശു ഉയിരോട് എഴുന്നേറ്റു, യേശു സ്വർഗത്തിൽ പോയി. ആ യേശു തിരിച്ചു വരും. ഇന്ന് വരെ തെറ്റെന്ന് പറയുന്ന ചില കാര്യങ്ങൾ മനുഷ്യരെ പറഞ്ഞ് കബളിപ്പിക്കുന്നെങ്കിലും ദൈവവചനത്തിന് മുമ്പിൽ ആരെയും കബളിപ്പിക്കുവാൻ കഴിയത്തില്ല. അതാണ് യോഹന്നാൻ 14:27 സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവഭയമുണ്ടായാൽ നമ്മുടെ മക്കളെ ദൈവഭയത്തിൽ നടത്താൻ പറ്റും. ഞാൻ കഞ്ചാവടിച്ചാൽ, ഞാൻ മദ്യപിച്ചാൽ, ഞാൻ കൈക്കൂലി വാങ്ങിയാൽ, ഞാൻ ദുഷ്ടത ചെയ്താൽ എന്റെ മക്കളെ നടത്താൻ കഴിയത്തില്ല. കൈക്കൂലി വാങ്ങരുത്. കൈക്കൂലി വാങ്ങി ഒരു മക്കൾക്ക് ആഹാരം കൊടുക്കരുത്. സഭകളിൽ അടി ഉണ്ടാകരുത്. സഭകളിൽ പ്രാർത്ഥന നടക്കണം, ആരാധന നടക്കണം. ദൈവികത്തിനല്ലാതെ മറ്റൊരു കാര്യത്തിന് നമ്മൾ സ്ഥലം കൊടുക്കരുത്. സഭയ്ക്കകത്ത്, സഭയ്ക്ക് വില കൊടുത്തത് യേശുവാണ്, മനുഷ്യ യേശുവാണ്, രക്തം കൊടുത്തത് യേശുവാണ്. സഭ ഇരുന്ന് ആരാധിക്കേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, അധ്വാനിക്കുന്നവരെ ഭാരം ചുമക്കുന്നുള്ള
ഭാഗ്യമുള്ളവരെ എന്ന് യേശു വിളിച്ചു. നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും ദൈവം 2026 ആദ്യത്തെ മാസത്തിൽ ആദ്യത്തെ ദിനത്തിൽ തുടർന്നുള്ള ദിനങ്ങളിൽ തുടർന്ന് ദൈവം ദീർഘായുസ് ബലവും 65 സങ്കീർത്തനം 11 നന്മ കൊണ്ട് അലങ്കരിക്കട്ടെ. അതുപോലെ ആവർത്തന 28 1 മുതൽ 14 വരെ നമ്മുടെ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ആവർത്തന 11-12 വർഷത്തിൽ ആരംഭം മുതൽ അവസാനം വരെ കർത്താവ് കൂടെ ഇരിക്കട്ടെ. ഒരു ജയകരമായ ജീവിതം ദൈവം നൽകട്ടെ. പ്രാർത്ഥിക്കാം. കരുണയിൽ സമ്പന്നനായ സ്വർഗീയ പിതാവേ, 2026 പ്രാരംഭ ദിവസത്തില് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദേശത്തിൽ ആത്മഹത്യ നടക്കരുത്, കൊലപാതകം നടക്കരുത്, കള്ള് കഞ്ചാവ് മാറ്റപ്പെടണം, എല്ലാ കള്ളുകടകളും അടയ്ക്കപ്പെടണം, എല്ലാ ബ്രാൻഡുകളും അടയ്ക്കപ്പെടണം. വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബത്തിന് സമാധാനം ഉണ്ടാകട്ടെ. കർത്താവേ, ഒരു കുടുംബത്തിലും അസ്വസ്ഥത ഉണ്ടാകരുത്. മുതൽ സ്ഥാനം ദൈവത്തിന് കൊടുക്കട്ടെ, ദൈവികത്തിന് കൊടുക്കട്ടെ, ദൈവിക കാര്യങ്ങൾക്ക് കൊടുക്കട്ടെ. ദൈവ ഭയം ദൈവം നൽകണമേ. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നതുവരെ എല്ലാവരും നന്മ പ്രാപിക്കുവാൻ സ്വർഗം സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. മാറാനാഥ, യേശു വേഗം വരും. ദൈവം നിങ്ങൾക്ക് ശാന്തിയും സമാധാനം നൽകട്ടെ. ആമേൻ.